നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. MP.K. രാധാകൃഷ്ണന്റെ ചേലക്കരയിലെ പുതിയ ഓഫീസ് ഉദ്ഘാടനം നടന്നു. MP ഓഫീസിന്റെ സേവനം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ചേലക്കര ലൈസിയം കോളേജ് റോഡിൽ സുഭിക്ഷ ഹോട്ടലിന് സമീപത്തുള്ള കെട്ടിടത്തിലാണ് MP.K. രാധാകൃഷ്ണന്റെ ചേലക്കരയിലെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനമാണ് ഈ സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം K. രാധാകൃഷ്ണൻ മിനിഞ്ഞാന്നാണ് എന്നെ വിളിച്ചത്, ഇല്ലേ? ഇന്നലെയല്ല, മിനിഞ്ഞാണ് വിളിച്ചിട്ട് ഓഫീസ് മറ്റേ പരിസരത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നി. അപ്പോൾ ഞാനത് സ്വന്തമായിട്ട് കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ പോരാട്ടമാണ് രാജ്യത്താകെ നടന്നത്, കേരളത്തിൽ നടന്നത്. ഇന്ത്യ രാജ്യത്ത് വർഗീയ ശക്തികളെ നല്ല നിലയിൽ തന്നെ അവരെ പിന്തള്ളാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ശക്തികൾക്ക്, പ്രതിപക്ഷ രാഷ്ട്രീയ ശക്തികൾക്ക് കഴിഞ്ഞു എന്നതൊരു യാഥാർത്ഥ്യമാണ്. മോഡി പ്രധാനമന്ത്രിയായിട്ടുള്ള സർക്കാർ അധികാരത്തിൽ വന്നു എന്നതൊരു വസ്തുത. പക്ഷേ പ്രതിപക്ഷ ബ്ലോക്ക് തൊട്ടു പിന്നിലുണ്ട്. BJP സംബന്ധിച്ച് പറയുന്നു, ഒരു മുന്നണി സർക്കാർ എന്ന നിലയിൽ മാത്രമാണ് BJPക്ക്, മോഡിക്ക് അധികാരത്തിൽ വരാനും തുടരാനും കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റേതായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പരാജയമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. നാളെ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നെങ്കിൽ എല്ലാവരും K. രാധാകൃഷ്ണനെ ഇനിയും നല്ല നിലയിൽ വികസന പ്രവർത്തനങ്ങളും പൊതു രാഷ്ട്രീയ രംഗത്ത് ജനങ്ങളുടെ ആകെ വിശ്വാസം ആർജിച്ചുകൊണ്ട് നല്ല നിലയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിനുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ഓഫീസ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച സഖാവ് K. രാധാകൃഷ്ണന്റെ MP എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഓഫീസാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേലക്കരയുടെ MLA ആയിരിക്കുമ്പോഴാണ് സഖാവ് രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പാർലമെന്റ് സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനമനുസരിച്ച് മത്സരിക്കുന്നതും കേരളത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം കരസ്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം വിജയിച്ചു വരികയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ചേലക്കരയിൽ അസംബ്ലി മണ്ഡലത്തിൽ വലിയ പോരാട്ടം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ല വിജയം ചേലക്കരയിൽ നമ്മൾ ആവർത്തിച്ചു. അതിൻ്റെ കൂടി ശേഷമാണ് നമ്മുടെ ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഈ സന്ദർഭം. ഈ MP എന്ന പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഓഫീസും അതിൻ്റെ സേവനങ്ങളും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന വിധത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഈ സന്ദർഭത്തിൽ നേരുന്നു. MP.K. രാധാകൃഷ്ണൻ, KV നഫീസ, MLA AC മൊയ്തീൻ, നിയുക്ത MLA UR പ്രദീപ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. മറ്റ് വർഗീസേട്ടനും രാധാകൃഷ്ണനും ഇതിനൊക്കെ ഉൾപ്പെടെയുള്ള നിവിശാത്ത ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട MP-യുടെ ഓഫീസ് ഈ നാടിന് വലിയ പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇത് തൊട്ടടുത്ത ദിവസം MLA ഓഫീസും കൂടെ വരുമ്പോൾ ചേലക്കരക്കാർക്ക് MP-യുടെ ഓഫീസും MLA ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് വലിയൊരു ഗുണമായി അത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ജനപ്രതിനിധികൾക്ക് നല്ല പോലെ നാട്ടിൽ ഇടപെടാൻ വേണ്ടിയുള്ള നല്ല ഒരു കേന്ദ്രമായി MP ഓഫീസ് മാറട്ടെ
എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തുണை സഹകരണം ഉണ്ടാകണം. ഇങ്ങനെ ആരംഭിച്ചത് ഉചിതമായ നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസ് തന്നെയാണ്. അതിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകട്ടെ. നാടിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ ഓഫീസ് മാറും. രാധാകൃഷ്ണന്റെ പ്രവർത്തനവും ആ രീതിയിലാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ആശംസിക്കുന്നു. MB ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്നിവിടെ ആരംഭിക്കുക. നമ്മൾ വടക്കഞ്ചേരിയിലൊരു ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ അവിടെ MB ഓഫീസ് ആരംഭിച്ചു. അപ്പോൾ ഈ MB ഓഫീസ് ആരംഭിക്കാൻ കാരണം നമ്മുടെ ഇവിടെ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും വരുന്നത് ഇവിടേക്കാണ്, ചേലക്കരയാണ് ഞാൻ ഉള്ളതെന്നുള്ളതുകൊണ്ട് ചേലക്കരയ്ക്ക് എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഓഫീസും സൗകര്യവും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേലക്കരയിലും ഒരു ഓഫീസ് തുടങ്ങുക എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. MB ഓഫീസിൻ്റെ പ്രവർത്തനം നേരത്തെ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മന്ത്രിയായിരിക്കുമ്പോഴും സ്പീക്കറായിരിക്കുമ്പോഴും ഒക്കെ തന്നെ MLA ആയിരിക്കുമ്പോഴൊക്കെ തന്നെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ആളുകൾക്ക് പരാതിയായിട്ട് വരാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും MB ഓഫീസിൻ്റെ MLA ഓഫീസുകളിലെയും മന്ത്രി ഓഫീസിൻ്റെയും സ്പീക്കർ ഓഫീസിൻ്റെയൊക്കെ പ്രവർത്തനം സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ MB ആയിട്ട് 6 മാസമായി. ഇവിടെ വരുന്ന ആളുകൾക്ക് കുറച്ച് അസൗകര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് കുറച്ച് ചിലവ് ഏറിയതാണെങ്കിൽ പോലും നമ്മൾ ഈ സ്ഥലം വീണ്ടും വാടകയ്ക്ക് എടുത്താണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഓഫീസ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാ ആളുകൾക്കും സമീപിക്കാൻ കഴിയുന്ന ഒരു ഓഫീസായിട്ട് അതിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ മറ്റ് ജനങ്ങളുടെ പരാതികൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റി തീർക്കും. CCV ന്യൂസ് ചേലക്കര.